ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ലാറ്റെക്കിൻ്റെ കുറച്ച് ബേസിക്സാണ് പറയാൻ പോണേ. അപ്പോൾ ലാറ്റെക് എന്ന് പറഞ്ഞാൽ ലാറ്റക്സ് ആണെങ്കിലും എക്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ലാറ്റക്സ് എന്ന് പ്രൊനൗൺസ് ചെയ്ത് വെച്ചാൽ പറ്റില്ല. അവിടെ ലാറ്റെക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ എക്സ് ഒരു സൈലൻ്റ് ആണ്. ലാറ്റെക്, ലീറ്റെക് എന്നുള്ള രീതിക്കാണ് പറയുക കേട്ടോ. അതൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ടൈപ്പ് സെറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റെക് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് സയൻറ്റിഫിക്, മാത്തമാറ്റിക്കൽ, ടെക്നിക്കൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു പ്രൊഫഷണൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഫോമാറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ ഇത് ലാറ്റെക്കിന് കഴിയും. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കൊടുക്കണമെങ്കിലോ റിപ്പോർട്ടുകൾ നമുക്ക് ടെക്നിക്കലി അത് റിച്ച് ആക്കാൻ വേണ്ടിയിട്ടും റിസർച്ച് പേപ്പേഴ്സും ബുക്ക് റൈറ്റ് ചെയ്യാനൊക്കെ നമ്മളിത് കൂടുതലായിട്ട് ഈ ഒരു ലേറ്റെക്കിൻ്റെ എന്താ പറയുക സെറ്റപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ടൈപ്പ് സെറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള എന്താ പറയുക മാത്തമാറ്റിക്കൽ സിമ്പിൾസുകളും നൊട്ടേഷൻസ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ലാറ്റെക്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു വേർഡ് ഡോക്യുമെന്റ് എടുത്തിട്ട് നമ്മൾ വേർഡ് ഡോക്യുമെന്റിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ഫോമാറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വേറൊരാൾക്ക് അത് അയച്ചു കൊടുക്കുന്ന സമയത്ത് മേ ബി അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവരുടെ വേർഷൻ്റെ ബേസ് ചെയ്തായിരിക്കും ഫോമാറ്റിംഗ് ചേഞ്ച് ആവുന്നുണ്ടാവുക. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ കിട്ടുന്നുണ്ടാവുക. ദർ വിൽ ബി സം എക്സ്ട്രാ സ്പേസസ് ആഡഡ്. അപ്പോൾ അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത്. ലാറ്റെക് എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ബുക്ക് ഉണ്ടാക്കാനും ബുക്ക് റൈറ്റ് ചെയ്യാനും ഇപ്പോൾ ആർട്ടിക്കിൾ എഴുതാനും റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ വരെ നമ്മൾ ഇപ്പോൾ ലാറ്റെക് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിന് ഫോമാറ്റിംഗ് ഒരിക്കലും ചേഞ്ച് ആവില്ല. ആൻഡ് ആൾസോ നമുക്ക് ഒരാൾക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം വിത്തൗട്ട് എനി മച്ച് ചേഞ്ചസ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ കുറച്ച് വാല്യൂസ് മാത്രം, അതിൻ്റെ കണ്ടൻസ് മാത്രം മാറ്റിയാൽ മതി. റിമൈനിങ് നമുക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. ആൻഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ PDF ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കിത് ഇതിൻ്റെ കോഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലേറ്റെക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഓൺലൈനായിട്ടൊരു ഓവർലീഫ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. നമുക്ക് ഈ ലാറ്റെക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽസ് കോൺസെപ്റ്റ്സ് ഞാൻ പറഞ്ഞ ലാറ്റെക് കോഡിൽ എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓവർലീഫ് എന്ന് പറഞ്ഞ സൈറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഓവർലീഫ് കാണാൻ പറ്റും. ഇതാണ് ഓവർലീഫ് എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് കയറേണ്ടി വരും. ഇത് ഞാൻ എന്താ പറയുക കയറിയതുകൊണ്ട് എൻ്റെ സിസ്റ്റത്തിന് കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഞാൻ ചെയ്ത കുറച്ച് പ്രൊജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബ്ലാങ്ക് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഇപ്പം ഞാൻ IT-ൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ പറയണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കണം. അപ്പോൾ IT വർക്ക്ഷോപ്പ് എന്നൊക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്യാമെന്ന് കേട്ടോ. എന്നിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഒരു 2 സെക്കൻഡിനുള്ളിൽ സാധനം റെഡിയാവും. അപ്പം നമുക്ക് നമുക്ക് 3 പാർട്ടായിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. ആദ്യത്തെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനാണ് ഈ ഒരു ബ്ലാക്ക് സൈഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മുടെ കോഡ്, നമ്മൾ ചെയ്യുന്ന കോഡുകൾ ഇതിലാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള വിസിബിലിറ്റി വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ എന്ത് ചേഞ്ച് ചെയ്താലും ഇവിടെ അത് റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അത് എന്ത് ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ റീകമ്പൈൽ എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡോക്യുമെന്റ് ഒന്നുകൂടി ജനറേറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ കമ്പൈൽ ചെയ്യാം. ഓട്ടോ കമ്പൈൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഓരോ ലൈൻ കഴിയുമ്പോഴേക്കും അത് കമ്പൈൽ ആവും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കേസുകളിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ പറയാം, ബേസിക് ആയിട്ട് ഡോക്യുമെന്റ് ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു പാക്കേജ് ഉണ്ട്, യൂസ് പാക്കേജ്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യം, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിക്കോളും. പിന്നെ /ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്താൽ IT വർക്ക് നമ്മൾ കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ അതിൻ്റെ ടൈറ്റിൽ കാണാൻ പറ്റുന്നതാവും. ഓതർ ദിവ്യാഭിഷേകത്തിൻ്റെ പേരാണ്, ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് മാസം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അതായത് ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ്. ഇപ്പോൾ HTML HTML ടാഗ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇതിൽ ബിഗിനും എൻഡും ഉദ്ദേശിക്കുന്നത്. ബിഗിൻ ചെയ്യാനും എൻഡ് ചെയ്യാനും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഒരു സെക്ഷൻ നമുക്കൊരു ഒരു ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ സെക്ഷൻ കൊടുക്കുന്നതാണ് എന്ത്, നമ്മൾ സെക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്താണോ അത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സൈറ്റിൽ നിന്ന് ഈ ഒരു വാട്ട് ഈസ് IT വർക്ക്ഷോപ്പ്, IT എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നത് ഞാനൊരു സൈറ്റ് എടുത്ത് വെറുതെ ജസ്റ്റ് നോക്കി. അപ്പോൾ അതിൽ വാട്ട് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് ഒരു കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെയിലേക്ക് എങ്ങനെ മാറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ അല്ല, നമുക്ക് വാട്ട് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് IT എന്നുള്ള ഞാൻ വെറുതെ ജസ്റ്റ് കൊടുക്കണു. ആൻഡ് ഇൻസൈഡ് ദാറ്റ് സെക്ഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇതിലത്തെ കണ്ടൻസ് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോറി, ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ സെക്ഷൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ
ഇതിനുള്ളിലേക്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിൽ ഐയും ഇതാണ്. സോ ഐ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ. ഇതിൽ എനിക്ക് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ സാധനം, ഇപ്പം ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാണുമ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു അലൈൻഡ് അല്ലാത്ത പോലെ തോന്നും. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവുണ്ടോ? കാരണം നമുക്കിവിടെ ഈ സംഭവങ്ങൾ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതായത് എല്ലാം ഒരു അലൈൻഡ് ആയിട്ടാണ് വർക്ക് ആവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാം ടൈറ്റിൽ ഓഫ് ദ ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിസിബിൾ ആയില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ മേക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ സാധനം കളഞ്ഞു. ഞാനിവിടെ മേക്ക് ടൈറ്റിൽ മാറ്റി തിരിച്ച് മേക്ക് ടൈറ്റിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ ഇവിടെ പ്രിന്റ് ചെയ്തിരുന്നത്, ഈ ടൈറ്റിലിന് എന്താണ് നമുക്ക് കൊടുക്കുന്നത്? ഇൻട്രൊഡക്ഷൻ ടു IT എന്നുള്ളതാണ് ഞാൻ എൻ്റെ ടോപ്പിക്. അപ്പോൾ ടൈറ്റിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ ടു IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി തന്നെ ഇവിടെ കൊടുക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ. ഇനി ഞാൻ ഉണ്ടാക്കി ഞാനാണ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തു. ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നടുവിലേക്ക് ആ സാധനം, അതായത് ഈ ഇൻട്രൊഡക്ഷൻ സ്പെല്ലിംഗ് തെറ്റല്ലേ? ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ദിവ്യ വൈശാഖ് ഏപ്രിൽ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ കണ്ടന്റ്സ് എങ്ങനെ മാറ്റാം, ചേഞ്ചുകൾ വരുത്താമെന്ന് പറയാം. ഓക്കെ. ഈ ഇൻഫർമേഷൻ ടെക്നോളജി എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് ബോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ലാഷ് ടെക്സ്റ്റ് BF എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഏത് വാല്യൂ ആണോ നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യണം, അതായത് നിങ്ങൾക്ക് എന്താ പറയുക ബോൾഡ് ചെയ്യേണ്ടത്, ജസ്റ്റ് അതിനെ ഒന്ന് കട്ട് ചെയ്യുക. ആ വാല്യൂവിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് BFൻ്റെ ഉള്ളിലെ കേളി ബ്രേസിനുള്ളിലേക്ക് കൊണ്ടിടും. ഓക്കെ. അപ്പം ഞാൻ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് പെട്ടെന്ന് അതുകൊണ്ട് ബോൾഡായി കാണാൻ നിങ്ങൾക്ക്. ഇതാ നിങ്ങളുടെ നമ്മുടെ കൊടുത്ത ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ബോൾഡായി മാറി. എനിക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കിംഗ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം എന്ന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ ഇതിൽ സ്ലാഷ് അണ്ടർലൈൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ. അണ്ടർലൈൻ കേളി ബ്രേസിനുള്ളിൽ ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് കേളി ബ്രേസ് ഇട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റ് BF എന്ന് പറയുമ്പോൾ അത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ബോൾഡായി മാറി. അണ്ടർലൈൻ എന്ന് കൊടുത്തപ്പോൾ നമുക്കൊരു അണ്ടർലൈൻ സാധനം കിട്ടി. ഓക്കെ. ഇനി നമുക്കൊരു ഇറ്റാലിക്സ്, അത് കുറച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഇതുണ്ടല്ലോ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്, ടെക്സ്റ്റ് ഇറ്റ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ സെക്യൂരിനെ കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഇടുകയാണ്, ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി കേട്ടോ. സെക്യൂർ എന്ന് പറയാൻ കൊടുത്തു. ഇത് ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതിലൊരു ചെറിയ സെക്യൂർ എന്ന് പറഞ്ഞൊരു ഇറ്റാലിക്സ് ചേഞ്ചിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എനിക്കൊരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് വേണം നമുക്ക്. ഇതിൽ നിങ്ങൾ കുറച്ച് നോക്കിയാൽ ടൈപ്സ് ഓഫ് എന്താ പറയുക ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ എനിക്കതിൽ എല്ലാം വേണ്ട, ഞാൻ കുറച്ച് പോയിന്റ്സ് മാത്രം മനസ്സിൽ നിന്ന് എനിക്കതൊരു സെക്കൻഡ് പാർട്ടായിട്ട് യൂസ് ചെയ്യണം, അതായത് അതിൻ്റെ സബ്സെക്ഷൻ ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുക എന്താണ് /സബ്സെക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, സബ്സെക്ഷൻ. അപ്പോൾ എനിക്ക് ടൈപ്സ് ഓഫ് IT ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ടൈപ്സ് ഓഫ് IT എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ. എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഞാൻ അത് റൺ ചെയ്തു. അപ്പോൾ നമുക്ക് 1.1 എന്ന് കിട്ടി. അതായത് ഇതിൻ്റെ സബ്സെക്ഷനാണ് ടൈപ്സ് ഓഫ് IT എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യണം, അതായത് എനിക്ക് ആ പോയിന്റുകൾ ആഡ് ചെയ്യണം. പോയിന്റുകൾ രണ്ട് രീതിയിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഓർഡർഡ് ആയിട്ടുള്ള ലിസ്റ്റും അൺഓർഡർഡ് ലിസ്റ്റും. ഇത് അൺഓർഡർഡ് ആണ്, കാരണം കാണാൻ പറ്റുന്നുണ്ടോ, അതായത് പോയിന്റ് വാല്യൂസ് എന്താണെന്നുള്ളത്, അതായത് ഓരോ ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കോഡ് ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അതായത് ബിഗിൻ ഐറ്റമൈസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബിഗിൻ ഐറ്റമൈസ് എൻഡ് ഐറ്റമൈസ്. ഇതിൻ്റെ ഇടയിൽ ഐറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നമ്മുടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോന്നും ബുള്ളറ്റിൻ പോയിന്റ്സ് ആവും. ഇനി എനിക്കൊരു ഓർഡർ ലിസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ബിഗിൻ എന്യൂമറേറ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഐറ്റമൈസ് എന്ന് പറയുമ്പോൾ ഡോട്ടഡ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബുള്ളറ്റിൻ പോയിന്റ്സ് പോലുള്ള ഓർഡറിങ് വരും, ലിസ്റ്റ് ഓഫ് വാല്യൂസ് വരും. ഇനി എനിക്കൊരു പോയിന്റ്, അതായത് എനിക്ക് 1 2 3 എന്ന് പറഞ്ഞ ഓർഡർ ആയിട്ട് തന്നെ വരണമെന്നുണ്ടെങ്കിൽ എന്യൂമറേറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് രണ്ട് ഞാൻ കാണിച്ചത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കോഡും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ ചെയ്യാം. ബിഗിൻ ഐറ്റമൈസ് എൻഡ് ഐറ്റമൈസ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബിഗിൻ ഐറ്റമൈസിൽ നമ്മൾ നേരത്തെ ഇതിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇൻ്റർനെറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റാബേസ്, AML എന്നൊക്കെ പറഞ്ഞ ടൈപ്സ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്ന് കോമൺ ഇൻഫർമേഷൻ ടെക്നോളജി ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനെറ്റ് ആൻഡ് വെബ് ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് 2 എണ്ണം മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്
then internet internet and വെബ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനിയൊരു AIML, ഇത് വേറെ വേദ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊടുത്തില്ലേ നമ്മൾ, ഡാറ്റാബേസസ്. അപ്പോൾ ഞാൻ ഇത്രയും പോയിന്റ് ആഡ് ചെയ്യണം കേട്ടോ, ഡാറ്റാബേസസ്. ഇനി എനിക്ക് വേറൊരു സബ്സെക്ഷൻ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ചെയ്യുക, എഗെയിൻ നമ്മൾ സബ്സെക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും ഡാറ്റാബേസസ്. ഇനി എനിക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എവിടേക്കാണ് ഇത് യൂസ് ചെയ്യണം എന്നുള്ള വല്ല ആപ്ലിക്കേഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. ഏരിയ, 3 മേജർ ഏരിയാസ്. ഓക്കെ, 3 മേജർ ഏരിയാസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുക്കാം. സോ സബ്സെക്ഷൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, അഗെയിൻ ഒരു സബ്സെക്ഷൻ കൊടുക്കുവാണ്. 3 മെയിൻ ഏരിയാസ് പറയുമ്പോൾ 3 ആയിട്ട് തന്നെ കൊടുക്കാമല്ലോ. 3 മെയിൻ ഏരിയാസ്, 3 മെയിൻ ഏരിയാസ്. ഓക്കെ, എന്ന് പറയാൻ കൊടുത്തു. ഇനി നമ്മൾ ആ 3 മെയിൻ ഏരിയാസ് നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കണ്ടന്റ് ഞാനൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാൻ കേട്ടോ. ഇതൊന്ന് എടുക്കുക, അതിലേക്ക് പേസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ ഫസ്റ്റ് ഐറ്റത്തിന് പകരം എന്യൂമറേറ്റിനുള്ളതാണ് വേണ്ടത്, കാരണം എന്താ, നമ്പറിങ് എനിക്ക് വേണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും കോപ്പി ചെയ്യുന്നു, ഇതിലേക്ക് കൊണ്ടുപോയിട്ട് ഇടണു. ഓക്കെ, വാല്യൂസ് ഇതിൽ നിന്ന് എടുക്കണു, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇടണു. ഓക്കെ, രണ്ടാമത്തെ ഇട്ടു ഞാൻ, ഇതാ ഇടണു. അടുത്തത് മൂന്നാമത്തെ ഞാൻ എഗെയിൻ കോപ്പി ചെയ്യണു, അതും കൂടി ഇടണു. ഓക്കെ, അപ്പോൾ തേർഡ് ഐറ്റം ഞാൻ മാറ്റി, അതിലേക്ക് ഞാൻ വാല്യൂസ് ഇട്ടു. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൗ നമ്മുടെ എത്ര പെട്ടെന്ന് നമ്മുടെ പണികൾ കഴിഞ്ഞു വന്നു. അപ്പോൾ ടൈപ്സ് ഓഫ് ഐറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റ് ടെക്നോളജി, ഡാറ്റാ ബേസസ് എന്നുള്ളത് പോയിന്റ് ആയിട്ടാണ് കിട്ടിയത്, ബുള്ളറ്റിനായിട്ട് കിട്ടിയത്. 1.2, അതായത് 3 മെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞ് കൊടുത്തത് നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് പോയിന്റ് ആയിട്ട് തന്നെ കിട്ടി, അതായത് നമ്പർ വാല്യൂഡ് ആയിട്ട് തന്നെ കിട്ടി. സോ ഇത്രയും ഈസി ആയിട്ട് ബിഗിൻ എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ നമ്പറും ബിഗിൻ ഐറ്റമൈസ് എന്ന് പറയുമ്പോൾ ബുള്ളറ്റിൻ പോയിന്റ് ആയിട്ട് നമുക്ക് സാധനം കിട്ടും. ഇനി നമുക്കൊരു ടേബിൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ടേബിൾ ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ലാറ്റക്സ് ടേബിൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈറ്റ് കിട്ടും, ക്രിയേറ്റ് ലാറ്റക്സ് ടേബിൾസ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട്. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അയക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ്, ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ SL നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ എന്ന് കൊടുക്കാം. റോൾ നമ്പർ, നെയിം, ഏജ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ചെയ്യാണ് കേട്ടോ. 1, പിന്നെ ആതിര, ജസ്റ്റ് ഞാൻ കുറച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. 18 to ഇത് തിരിച്ച് മറിച്ച് ചെയ്തായിരുന്നു അല്ലേ. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. 45 വേണ്ട, നമുക്ക് ജസ്റ്റ് മാറ്റാം. ഓക്കെ, 1, 2, 3 എല്ലാ റോൾ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റമൊക്കെ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കൊടുക്കാം, 42 55 ഒന്നും കൊടുക്കാം കേട്ടോ. ജസ്റ്റ് റീജനറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കോഡ് കിട്ടി, കാണുന്നുണ്ടോ നിങ്ങൾക്ക് കോഡ് താഴെ. ഈ സാധനം ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ജനറേറ്റ്, ഞാൻ ഉണ്ടാക്കി സാധനങ്ങൾ കൊടുത്തു ജനറേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ ലാറ്റക് കോഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഓക്കെ, സംഭവം സെറ്റായില്ലേ. ഇതിൽ കുറച്ച് സ്പേസിൻ്റെ ഇഷ്യൂ വരണത് എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിക്കത് വരും. ഓക്കെ, അപ്പോൾ സംഭവം നമ്മുടെ സെറ്റായി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് നമുക്കൊരു ടേബിൾ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ടേബിൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു, ഡോക്യുമെൻറ്റിൽ എങ്ങനെ വാല്യൂസ് ഇടാൻ പറഞ്ഞു, എങ്ങനെ സെക്ഷൻ സബ്സെക്ഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു, എങ്ങനെ നമുക്ക് പോയിന്റ് വാല്യൂസ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സാധനം കൂടി ആഡ് ചെയ്യാം, അതായത് നമുക്കൊരു ഇമേജ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. ഓക്കെ, ഇമേജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് യൂസറിൻ്റെ സൈറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും, ഇപ്പം ഞാനൊരു ഇമേജ് എവിടെന്നെങ്കിലും എടുക്കുവാണ്, അപ്പോൾ ഈ ഒരു ഇമേജ് എടുക്കുവാണ്, ഞാനിത് എടുത്തു.
അത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. ജസ്റ്റ് അപ്ലോഡിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് ഈ സാധനം വരും. ഓക്കെ. ഇനി ഞാനിവിടെ ബിഗിൻ ചെയ്യാണ്, ഒരു ഫിഗർ ബിഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ഞാനിപ്പോൾ ഓക്കെ സ്ലാഷ് ബിഗിൻ ഫിഗർ എന്ന് കൊടുത്താൽ തന്നെ എല്ലാ സാധനങ്ങളും ഓട്ടോമാറ്റിക്കലി എല്ലാം വരും. ഇവിടെ ഒരു ചേഞ്ച് മാത്രം വരുത്തിയാൽ മതി. നമ്മുടെ സംഭവം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സൈഡിലുള്ള ഇമേജ് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരും. ഇനി നിങ്ങൾക്ക് ക്യാപ്ഷനോ ലേബലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിത് റൺ ചെയ്ത് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാവേ. ഇപ്പം നിങ്ങൾക്ക് ഇമേജ് വന്നു കണ്ടോ, ഫിഗർ 1 എൻ്റർ ലേബൽ എന്ന് പറഞ്ഞ് കൊടുത്തു കണ്ടോ. ഇത് നമുക്ക് മാറ്റിയിട്ട് നമുക്കിപ്പം ഷോപ്പിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ജസ്റ്റ് ഇത് റൺ ചെയ്തിട്ട് ഞാനിതൊന്ന് റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അല്ല, സോറി, ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയാണ് ക്യാപ്ഷനിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ അതിനെ ഷോപ്പിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംഭവത്തിൻ്റെ ക്യാപ്ഷൻ കറക്റ്റായിട്ട് വരും. ഓക്കെ, ഷോപ്പിംഗ് എന്ന് വന്നു. ഫിഗർ 1 ഫിഗർ 2 ഒക്കെ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഫിഗർ 1 ഫിഗർ 2 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ലേബലിംഗ് ഒക്കെ അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. സോ ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഇമേജ് കയറ്റാനും ഒരു ടേബിൾ ഉണ്ടാക്കാനും നമ്മൾ ലാറ്റക്കിൽ ചെയ്യാൻ പറ്റുക. കോഡൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലും ക്യാപ്ഷൻസ് കൊടുക്കണം. അതായത് നമ്മുടെ ടേബിളിലും ക്യാപ്ഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ സംഭവം ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ടേബിൾ നമ്മുടെ സെൻറ്ററിലേക്ക് വരണമെങ്കിൽ ഇവിടെ എച്ച് എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ എൻ്റെ ടേബിളിൽ നിന്ന് മുന്നേ ആയിട്ട് എൻ്റെ ടാബിളിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ ക്യാപ്ഷൻസ് ഒന്ന് കൊടുത്താൽ നമുക്ക് ആ ലാബിലിംഗ് കറക്റ്റായിട്ട് വരും. സാമ്പിൾ ടേബിൾ എന്നുള്ള കോൺസെപ്റ്റ് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ടേബിളിൻ്റെ ക്യാപ്ഷൻ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അവിടെയും ക്യാപ്ഷൻ എന്ന് കൊടുത്താൽ നമ്മുടെ ടേബിളിൻ്റെ ക്യാപ്ഷൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ളത് ഒരു ഇക്വേഷൻ എങ്ങനെ നമുക്ക് ഇതിൽ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറിയ ഇക്വേഷൻസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സാധനം വരും. ഞാൻ ജസ്റ്റ് ഒരു E=mc² ഇക്വേഷൻ ഒന്ന് കാണിച്ചു തരാവേ. ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് അത് അപ്പോൾ ഇതിന് നമുക്കൊരു ന്യൂ പേജ് എടുക്കണം എന്നുണ്ടെങ്കിലും അതിനും ഉണ്ട് കേട്ടോ സാധനം. അതായത് ഇത് കഴിഞ്ഞ് നമുക്കൊരു ന്യൂ പേജ് എടുക്കണം എന്നുണ്ടെങ്കിലും /ന്യൂ പേജ് എന്നുണ്ട് കേട്ടോ. അത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ന്യൂ പേജ് ആയിട്ട് വരും. അത് വർക്കാവും. സോ ഞാനിതിങ്ങനെ റൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ കയ്യിൽ കൃത്യമായി ന്യൂ പേജിലേക്ക് വന്നപ്പോൾ കണ്ടോ ഈ ഇമേജ് കറക്റ്റായിട്ട് നമുക്ക് ലേക്ക് വന്നു. അതായത് കറക്റ്റ് സെൻറ്റേർഡായി, ഇമേജ് സെൻറ്ററായി, ടേബിളിൽ അനാവശ്യ സ്പേസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ എച്ച് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് അത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ബിഗിൻ ഇക്വേഷൻ പറഞ്ഞ് E=mc² എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി E=mc² എന്ന് വന്നു കണ്ടോ. അപ്പോൾ നമുക്ക് ബിഗിൻ ഇക്വേഷൻ കൊടുത്ത ഇക്വേഷൻ വരും, ബിഗിൻ ടേബിൾ എന്ന് കൊടുത്ത ടേബിൾ വരും, ബിഗിൻ ഫിഗർ കൊടുത്ത ഫിഗർ വരും, ബിഗിൻ എനാമറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ വാല്യൂസ് ആയിട്ടുള്ള ബുള്ളറ്റിൻ കിട്ടും. ഇനി നമുക്ക് ബുള്ളറ്റിൻ റൗണ്ട് ഷേപ്പുള്ള സാധനങ്ങൾ ആണ് വരേണ്ടത് വെച്ചാൽ നമ്മൾ ബിഗിൻ ഐറ്റമൈസ് കൊടുക്കും. സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ / സെക്ഷൻ ഉണ്ട്, ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ മേക്ക് ടൈറ്റിൽ ഉണ്ട്, പിന്നെന്താ സബ്സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സബ്സെക്ഷൻ ഉണ്ട്, ബോൾഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് BF ഉണ്ട്, ഇറ്റാലിക്സ് ചെയ്യണമെങ്കിൽ /text IT ഉണ്ട്, അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ /underline ഉണ്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.